ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ജുമുഅ ദിനത്തിൽ ഖുത്ബ നടത്തുമ്പോൾ ജുമുഅ ദിനം എന്നത് ഞാൻ പറഞ്ഞു പോയതാണ്. ഖുത്ബ എന്ന് മാത്രമാണ് റിപ്പോർട്ടിലുള്ളത്. ഒരു പ്രഭാഷണം നടത്തുമ്പോഴെന്നാണ്. അത് ഒരു പക്ഷേ ജുമുഅ ദിവസമാകാം, അല്ലാതെയുമാകാം. എന്തായാലും ജനങ്ങൾ അദ്ദേഹം അഭിസംബോധന ചെയ്യുമ്പോൾ അദ്ദേഹം ജനങ്ങളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എല്ലാവരും അദ്ദേഹത്തെ വിശ്വസിക്കുന്നു, അദ്ദേഹം നീതിപൂർവ്വം ഭരിക്കുമെന്നവർ കണക്കാക്കുന്നു. ജനങ്ങളെല്ലാം ലീഡർഷിപ്പ് ഏറ്റെടുത്തുകൊണ്ട് ആ മനുഷ്യൻ വളരെ ഗൗരവത്തോടു കൂടി തൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചു പോകുന്ന തുടക്ക കാലഘട്ടം കൂടിയാണത്. അദ്ദേഹത്തിന് മുമ്പിലുള്ള ആത്മസംഘർഷത്തിൻ്റെ പേരിലാകണം അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നൊരു ചോദ്യമുണ്ട്. നാളെ എന്നെ നിങ്ങൾ കാണുന്നു ഞാൻ തെറ്റ് ചെയ്യുന്നതായിട്ട്, ഈ അധികാരം ഞാൻ ദുർവിനിയോഗം ചെയ്യുന്നതായിട്ടോ, ഞാൻ ഈ അധികാരത്തിലിരുന്നു കൊണ്ട് തിന്മ പ്രവർത്തിക്കുന്നതായിട്ടോ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങളോട് പൊതുസമക്ഷത്തിൽ വെച്ച് ഒരുക്കി ചോദിക്കുന്നുണ്ട്. വളരെ സാധാരണക്കാരൻ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് ഉമറിനോട് പറഞ്ഞ മറുപടി, അങ്ങനെ ഒരു കാഴ്ചയ്ക്ക് നമ്മൾ സാക്ഷിയാകേണ്ടി വന്നാൽ ഈ വാളുകൾ കൊണ്ട് ഞങ്ങൾ താങ്കളെ തിരുത്തുമെന്ന്. ഉമർ റളിയല്ലാഹു അൻഹുവിന് വലിയ സന്തോഷമായത്. അദ്ദേഹം അള്ളാഹു സ്തുതിച്ചുകൊണ്ട് അതെ ഇത്തരത്തിൽ ഈ തെറ്റുപറ്റിയാൽ ആയുധം കൊണ്ട് തിരുത്തുമെന്ന് പറയുന്ന ഒരു സാമൂഹ്യ സ്ഥിതി വിശേഷം എൻ്റെ ജനങ്ങൾക്ക് നൽകിയതിൽ അള്ളാഹു ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് താനും. ഇവിടെ നോക്കൂ, ഒരു നേതാവിന്, ഒരു നേതൃത്വത്തിന് തിന്മ സംഭവിക്കുന്നതായി കണ്ടാൽ, അപ്പോൾ ഒരു തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്, അത് തടയപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് നമ്മുടെ പൗരധർമ്മമാണ് എന്നത് വാസ്തവമായിരിക്കുമ്പോഴും നമുക്ക് ചെറുക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ പെട്ടെന്നൊന്നും ചോദ്യം ചെയ്യാൻ കഴിയാത്തൊരു വ്യക്തിയാണ് ഒരു അധികാരി എന്നുള്ളത്. അയാൾക്ക് അധികാരമുണ്ട്, അയാളുടെ സൈനിക ശേഷിയുണ്ട്, അയാൾ ഉത്തരവിന് വേണ്ടി കാത്തിരിക്കുന്ന സൈനികരും ഉദ്യോഗവൃന്ദങ്ങളുമുണ്ട്, അതിന് കീഴിലാണ് ബാക്കി എല്ലാ സംവിധാനങ്ങളും ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു അധികാരിയെ തെറ്റുതിരുത്താൻ മാത്രം ഒരു സാധാരണ പൗരന് സാധ്യമാകാൻ പ്രയാസമായിരിക്കുമ്പോഴും ഒരു പൗരൻ എഴുന്നേറ്റ് നിന്നിട്ട് ഞങ്ങൾ ആയുധം കൊണ്ട് തിരുത്തുമെന്ന് പറയാൻ ചങ്കൂറ്റം കാണിച്ചത് അതിനെ അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുതകളത്. നമുക്കൊരു കാഴ്ച കാണുമ്പോൾ ഇവിടെ തെറ്റ് ആര് ചെയ്താലും, അത് രാജാവ് ചെയ്താലും ശരി, അതിന് സാധാരണക്കാരൻ ഒരു പ്രജ ചെയ്താലും ശരി, തിന്മകൾ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ അത് തടയപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് പൗരബോധം, പൗരധർമ്മം എന്നുള്ളത്. മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി ഔ ബിലിസാനിഹി ഫഇൻ യസ്തതി ഔ ബിഖൽബിഹി എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. സമൂഹത്തിൽ അക്രമങ്ങളും അരാജകത്വങ്ങളും അനീതികളും ഒക്കെ പെരുകുന്നൊരു സാഹചര്യം ഉണ്ടായാൽ, അധർമ്മവും അസത്യവും നടമാടുന്ന സാഹചര്യം ഉണ്ടായാൽ, അത് നിങ്ങൾ അതിന് സാക്ഷിയാകേണ്ടി വന്നാൽ ഫൽയുഗയ്യിർഹു ബിയദിഹി, മാറ്റം നിങ്ങളുടെ കരുത്തുകൊണ്ട് നിങ്ങൾ കൊണ്ടുവരണമെന്ന്. ആ തിന്മകളെ തടയേണ്ടതുണ്ട്, തെറ്റുകളെ ചെറുക്കേണ്ടതുണ്ട്, അതിന് വളരാൻ വിടാൻ പാടില്ല. അത് നിങ്ങൾ ഒരിക്കലും പാടില്ല. പൗരന്റെ ധർമ്മമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നിങ്ങൾ പവർ ഉപയോഗിക്കാം, കൈക്കരുത്ത്. നിങ്ങൾക്ക് എങ്ങനെ ആളായി നിന്നുകൊണ്ട് നിങ്ങൾ അധികാരിയാണെങ്കിൽ, പവറുള്ള ഒരാളാണെങ്കിൽ ആ അധികാരമോ ബലമോ നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമ്മർദ്ദത്തിലൂടെ തന്നെ ആ തിന്മയെ ചെറുക്കാൻ നിങ്ങൾ കൊണ്ട് കഴിയണം. അത് കൈക്കരുത്ത് കൊണ്ടാകാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നിങ്ങൾ പവർ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പവറാണോ ഉള്ളത്, കരുത്താണോ ഉള്ളത്, അത് ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തികമായ നിലയിലാണോ, അല്ലെങ്കിൽ അധികാരമാണോ, അല്ലെങ്കിൽ ആൾബലം കൊണ്ടാണോ നിങ്ങൾക്ക് ചെറുക്കാൻ കഴിയുമെങ്കിൽ ചെറുക്കണം. ഔ ബിലിസാനിഹി, ഇല്ലെങ്കിൽ നാവ് കൊണ്ട് നിങ്ങൾ ചെറുക്കണം. നിങ്ങൾ നാവ് കൊണ്ട് ആ തിന്മയെ പ്രതിരോധിക്കണം. ഇത് തെറ്റാണ് എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണം. ആ രൂപത്തിൽ അതിനെതിരെ നിങ്ങൾ ശബ്ദിച്ചുകൊണ്ട് നിരന്തരമായി ശബ്ദം കൊടുത്തുകൊണ്ട് ആ തിന്മയെ നിങ്ങൾക്ക് ചെറുക്കാൻ കഴിയണം. ഔ ബിഖൽബിഹി, ഏറ്റവും ചുരുങ്ങിയത്, ഇതൊന്നും സാധിക്കുന്നില്ല, നിങ്ങൾ നിസ്സഹേരാണ് എങ്കിൽ മാത്രം നിങ്ങൾ ഹൃദയം കൊണ്ടെങ്കിലും ആ തിന്മയോട് എതിർപ്പ് പ്രകടിപ്പിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ദാലിക അദ്അഫുൽ ഈമാൻ, അത് ഈമാന്റെ താഴത്തെ തട്ട് തന്നെയാണ്, ഏറ്റവും ചെറിയ അവസ്ഥയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അക്രമങ്ങളും അനീതികളും പെരുകുമ്പോൾ അതിനെ സാക്ഷിയായി നിന്നുകൊടുക്കേണ്ടവരല്ല, സമരസപ്പെട്ട് നിന്നുകൊടുക്കേണ്ടവരല്ല, അതിനെതിരെ സമരം പ്രഖ്യാപിക്കേണ്ടവരാണ് ഓരോ വിശ്വാസികളും എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന് രാജ്യവ്യാപകമായി നടക്കുന്ന പാറ്റകളുടെ സമരം നമുക്കറിയാം. ഇവിടെ ഒരു 10-12 വർഷമായിട്ട് ഈ രാജ്യത്ത് അധികാരങ്ങൾ ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്ന് നമുക്കറിയാൻ കഴിയുന്നുണ്ട്. ഈ സംഘപരിവാറിസം അവർ അതിശീഘ്രമായി ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അവർ കാര്യങ്ങൾ അതിശീഘ്രം നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ ജനാധിപത്യത്തിൻ്റെ എല്ലാ മര്യാദകളും നിഷേധിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഒരു പൗരനും പുല്ലുവില പോലും കൽപ്പിക്കാതെ തികച്ചും ഏകപക്ഷീയമായി അവർ സ്റ്റാൻഡുകൾ എടുക്കുന്നു, എല്ലാ സംവിധാനങ്ങളും അട്ടിമറിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയുടെ അട്ടിമറിയാണ് ഇന്നത്തെ ഈ പ്രശ്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നുള്ളത്. വിദ്യാഭ്യാസം എന്നുള്ളത് ലോകത്ത് മനുഷ്യൻ അന്നും ഇന്നും സവർണബോധം കൊണ്ടു നടക്കുന്ന വംശീയ ബോധങ്ങൾ കടന്നു വന്ന കാലത്തെല്ലാം
അവർണ വിഭാഗത്തിന്റെ കാതിൽ ഈഴമൊരുക്കി ഒഴിക്കണമെന്ന്, അവർ വിദ്യ അഭ്യസിക്കാൻ പാടില്ല എന്ന്, അവർ പഠനത്തിലൂടെ മുന്നോട്ട് വരാൻ പാടില്ല എന്ന മുൻവിധിയോടെ സമീപിക്കുന്ന സവർണബോധം മാടമ്പി തമ്പ്രാക്കന്മാരുടെ ആ ധാർഷ്ട്യമുണ്ടല്ലോ, ആ ധാർഷ്ട്യമാണ് ഇന്നും തുടരുന്നത്. അവരുടെ ആൾക്കാർ സവർണർ അവർക്ക് വേണ്ടി പ്രത്യേകം ചോദ്യപേപ്പറിൽ ചോർത്തി കൊടുത്തിട്ട് അവരെല്ലാം ഉന്നതിയിലേക്കും വിജയത്തിലേക്കും വരണം, താഴെ എത്തിയിട്ടുള്ള സാധാരണക്കാർ മെറിറ്റിന്റെ പേരിൽ കടന്നു വരാൻ പാടില്ല എന്നുള്ള മുൻവിധി, ആ അധികാരം വെച്ചുകൊണ്ടുള്ള ഈ സവർണബോധം, ഈ മാടമ്പിത്തം, അതിനെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് ഈ രാജ്യത്തിന്റെ പൗരന്റെ ബാധ്യതയല്ലേ? അത് ചോദ്യം ചെയ്യാൻ വേണ്ടി ഒരുത്തി ഇറങ്ങി നിൽക്കുമ്പോൾ അവനെ പിന്തുണയ്ക്കേണ്ടത് രാജ്യത്തെ ഓരോ പൗരന്റെയും ബാധ്യതയാണ്. അതാ നമ്മളുടെ ബാധ്യത, ധാർമ്മികമായ ഒരു പൗരന്റെ ഉത്തരവാദിത്വമാണത്. ഈ രാജ്യം ഇങ്ങനെ വിഭജിക്കപ്പെടുമ്പോൾ കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാക്കുന്നു, ജനങ്ങളെ ഒരു ഭാഗത്ത് തമ്മിലെടുപ്പിക്കുന്നു, സമുദായം പറഞ്ഞ് മതം പറഞ്ഞ് സ്പർദ്ധയുണ്ടാക്കി ജനങ്ങളെ പരസ്പരം കശാപ്പ് ചെയ്യാനാകുന്ന വിധത്തിൽ, പരസ്പരം വെട്ടിക്കേറാവുന്ന വിധത്തിൽ ഒരു മനോഭാവം ഉണ്ടാക്കി വെക്കുന്നു. മുൻവിധിയോടെ ജനങ്ങൾ നിൽക്കുന്നത്. തൊപ്പിയും താടിയും വെച്ച് അവർ കേസിൽപ്പെട്ടാൽ അവരെ ഇനി UAP ചുമത്തിയിട്ട്, കരി നിയമങ്ങൾ ചുമത്തിയിട്ട് അറസ്റ്റ് ചെയ്യണമെന്ന് ഉത്തരവുകൾ വരുന്നു, സർക്കുലർ ഇറങ്ങുന്നു. മുസ്ലിം പള്ളികൾ, ആരാധനാലയങ്ങൾ, വിശ്വാസങ്ങൾ, ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസങ്ങൾ അതൊക്കെ ആക്രമിക്കപ്പെടുമ്പോൾ നിയമങ്ങൾ നോക്കുകുത്തിയാകുന്നു. ഈ രാജ്യത്തെ പൗരന്മാർ അവർ മാനുഷികമായ പരിഗണനകൾ അർഹിക്കുമ്പോൾ മനുഷ്യാവകാശങ്ങൾ പോലും ലംഘിച്ചുകൊണ്ടാണ് സമരക്കാരെ നേരിടുന്നത്. വെറും ഗുണ്ടകളെ കൊണ്ട് രാജ്യത്ത് കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നടന്ന ജനകീയ സമരങ്ങൾ ഒന്നുപോലും ഭരണകൂടം അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം. അതെങ്ങനെയാണ് സാധ്യമാവുക? ഒരു ഡെമോക്രസി നിലനിൽക്കുന്ന രാജ്യത്ത്, ജനാധിപത്യ സംവിധാനമുള്ള രാജ്യത്ത് ജനങ്ങളുടെ അനിഷ്ടങ്ങൾ, അവരുടെ ഹിതങ്ങളും അഹിതങ്ങളും പരിഗണിക്കേണ്ടത് ഭരണകൂടങ്ങളുടെ ബാധ്യതയായിരിക്കുമ്പോൾ അവർ തൊണ്ട പൊട്ടുമാറി വിളിച്ചു പറഞ്ഞിട്ട് പോലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാതെ പോവുകയും സായുധ ഗുണ്ടകളെ കൊണ്ട് അടിച്ചമർത്തുകയും ചെയ്യുമ്പോൾ നിശബ്ദരായിരിക്കാൻ ഈ രാജ്യത്തുള്ള പൗരന്മാർക്ക് എങ്ങനെയാണ് കഴിയുക? അത് ക്രൂരമായിട്ട് ആക്രമിക്കുമ്പോൾ, വലിയ ക്രൂരമായിട്ട് ചെറുപ്പക്കാരെ കൈകാര്യം ചെയ്യുന്നത്. ഈ രാജ്യത്തിന്റെ ഭാവി തലമുറയാണവർ. അവരുടെ ശബ്ദങ്ങൾ പരിഗണിക്കപ്പെടണ്ടേ? ഈ ഒരു നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് സെലക്ഷൻ കിട്ടുക എന്നുള്ളത് അത്ഭുതകരമായ അവസ്ഥയാണ് ഈ രാജ്യത്ത്. എല്ലാം കഴിഞ്ഞ് അവസാനം ഒരു സെക്കൻഡ് ഒന്ന് താമസിച്ചാൽ ഒരു പടിക്ക് പുറത്ത് നിർത്തും. പിന്നെ അഡ്മിഷൻ ഇല്ല, അവർക്ക് അകത്ത് കിടക്കാൻ എൻട്രൻസ് എക്സാം എഴുതാൻ കഴിയില്ല. 30 സെക്കൻഡ് പോലും വൈകാൻ കഴിയാത്ത നിയമ സംവിധാനമുള്ള രാജ്യത്ത്. അത് മാത്രമല്ല, അടിവസ്ത്രം പോലും പരിശോധിക്കപ്പെടുന്ന ഈ നാട്ടിൽ തട്ടമിട്ട് അകത്ത് കയറാൻ കഴിയില്ല, അത് കളർ വസ്ത്രങ്ങൾ ഉടുക്കാൻ കഴിയില്ല. അത്രയും സൂക്ഷ്മമായി നടത്തുന്ന ഈ സംവിധാനത്തിനകത്ത് പോലും ഇത്രയും വലിയ ഉത്തരവാദിത്വ നിർവഹണം ഉണ്ടാകുമ്പോൾ, അതിൽ രാഹിത്യം ഉണ്ടാകുമ്പോൾ, ഈ പാളിച്ച ഉണ്ടാകുമ്പോൾ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളെന്ന നിലയിൽ മന്ത്രി രാജിവെക്കേണ്ടത് ഉത്തരവാദിത്വം, ധാർമ്മികതയില്ലേ? ഒരു രാഷ്ട്രീയപരമായി നോക്കിയാൽ തന്നെ അതുപോലും ചെയ്യാൻ കഴിയാതെ ജനകീയ സമരങ്ങൾ അട്ടിമറിക്കുമ്പോൾ, ഈ സമരങ്ങൾ ഈ ചെറുപ്പക്കാർ നടത്തുമ്പോൾ അതങ്ങ് കണ്ടില്ല നടക്കുക. ഈ രാജ്യത്ത് അങ്ങനെ അതൊക്കെ നടന്നോട്ടെ, ഒരു ഭാഗത്ത് നമുക്കതങ്ങ് നമ്മുടെ പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്നത് പോലും ധാർമ്മികതയില്ല. അങ്ങനെ ചിന്തിക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നം നമ്മുടെ കൂടി പ്രശ്നമാണ്. നമ്മുടെ മക്കളൊക്കെ സേഫാണ്, കേരളത്തിൽ പ്രശ്നങ്ങളില്ല, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ വിഷയമല്ലല്ലോ, എൻ്റെ മോൻ്റെ പ്രശ്നമല്ലല്ലോ, എൻ്റെ മോളുടെ പ്രശ്നമല്ലല്ലോ എന്ന് കണക്കാക്കുന്നിടത്താണ് ഈ രാജ്യം നശിക്കുന്നത്. 23 കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളുടെ സ്വപ്നങ്ങൾ എവിടെ ഉടക്കപ്പെട്ടത്? ആയിരക്കണക്കിന് മക്കൾ ഇന്ന് തെരുവിൽ നിൽക്കുന്നതെങ്കിൽ അവരുടെ സ്വപ്നങ്ങളും ആശകളും എവിടെയാണ് നിൽക്കുന്നത്? ഈ രാജ്യം വാർത്തെടുക്കാൻ പാരമ്പര്യ രാഷ്ട്രീയക്കാരെല്ലാവരും പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിൽ കടന്നു പോകുമ്പോൾ, ഇതല്ല, ഈ രാജ്യത്തിന് മാറ്റമുണ്ടാകണം, പുരോഗതി ഉണ്ടാകണം, സാമ്പത്തികമായി രാജ്യത്തെ ഓരോ പൗരനും ക്ഷേമമുണ്ടാകണം, വിദ്യാഭ്യാസം എല്ലാ പൗരനും കിട്ടണം, നല്ല ആരോഗ്യമുള്ള ജീവിതം ഉണ്ടാകണം, ആരോഗ്യമുള്ള സൊസൈറ്റി ഉണ്ടാകണം, എല്ലാവർക്കും ചികിത്സ കിട്ടണം. ഈ നിലയിലൊക്കെ ചിന്തിക്കുന്ന പുതിയ തലമുറയുടെ ആവശ്യം നമുക്കുണ്ട്. അവർ തെരുവിലിട്ട് പട്ടികളെ പോലെ തല്ലിച്ചതയ്ക്കുമ്പോൾ മിണ്ടാതിരിക്കാൻ ഒരു കാരണവശാലും ഒരു ഇന്ത്യക്കാരൻ നിലയിൽ നമ്മളെ കൊണ്ടാകാൻ പാടില്ല. നമ്മളൊക്കെ ഉണ്ടാകുന്ന വിധത്തിൽ ഈ സമരത്തെ പിന്തുണയ്ക്കുക എന്നുള്ളത് നമ്മുടെ ധാർമ്മികമായ ബാധ്യതയാണ്. ഒരു ഇന്ത്യൻ എന്ന നിലയിലും ഒരു മുസ്ലിം എന്ന നിലയിൽ നമുക്ക് ബാധ്യതയുണ്ട്. എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാം കണ്ട് കടന്നു പോകേണ്ടവരല്ല, അതെല്ലാം ഒരു കാഴ്ചപ്പാടായി നെഞ്ചിലേറ്റിയിട്ട് അതിനുവേണ്ടി ശബ്ദിക്കേണ്ടവരാണ് വിശ്വാസികൾ. അത് മനസ്സിലാക്കുക, ഗൗരവത്തോടെ മനസ്സിലാക്കുക. അല്ലാഹു ചിന്തിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുക.